ജോപ്പാസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അഖില കേരള വിശുദ്ധ ചാവറ വിശുദ്ധ ഏപ്രാസ്യ പ്രസംഗ മത്സരത്തിൽ എഫ് കാറ്റഗറിയിൽ ജനറൽ ലെവൽ സെക്കൻഡും CMC സെൻറ് മേരീസ് പ്രൊവിൻസ് താമരശ്ശേരി ഫസ്റ്റും ലഭിച്ച റോബിൻ ജോർജ് പാലാമുറിയിൽ മഞ്ഞക്കടവ് അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് CMC സെൻറ് മേരീസ് പ്രൊവിൻസ് താമരശ്ശേരി സംഘടിപ്പിച്ച യോഗത്തിൽ ഒരു മറുപടി പ്രസംഗമുണ്ടായിരുന്നു. തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. ചോദ്യം ഇതാണ്, എൻ്റെ പ്രസംഗം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിച്ചു കേൾക്കുക. യേശുവിൻ്റെ വീട്ടുപേര് എന്ത്? ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അതിനുള്ള മറുപടി തരണമെന്നാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല എന്തായാലും യേശുവിൻ്റെ വീട്ടുപേരെന്തെന്ന്. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഒന്ന് അറിയിക്കണം. അപ്പം ആ പ്രസംഗമൊക്കെ ഒന്ന് കേട്ടാലോ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ കാലഘട്ടത്തിൻ്റെ ചാവറയച്ചന്മാരെ CMI CMC കോൺഗ്രിഗേഷൻസ് ഓർഗനൈസ് ചെയ്ത വളരെ മനോഹരമായ ഒരു പ്രസംഗ മത്സരത്തിൽ വിജയികളായ മത്സരാർത്ഥികളെ, അവരെ ഒരുക്കിയ അവരുടെ മാതാപിതാക്കളെ, ഈ സ്കൂളിലെ ഗുരുഭൂതന്മാരെ, ഈ സ്കൂളിന്റെ സ്വകാര്യ അഹങ്കാരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മിടുക്കന്മാരും മിടുക്കികളുമായ സിംഹ കുട്ടികൾ, എനിക്ക് നിങ്ങൾ ഗർജനം കേട്ടു തുടങ്ങി. വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വിശക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് എനിക്ക് കിട്ടിയ 2 മിനിറ്റ് ഞാൻ കൊണ്ടുപോകും. ചോദ്യം ഇതാണ്, എന്റെ പ്രസംഗം കഴിയുമ്പോൾ നിങ്ങൾ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമോ? റെഡിയാണോ? ചോദ്യം ഇതാണ്. ഈ ചോദ്യത്തിന് ഉത്തരം എന്നോട് ചോദിക്കരുത്. ഇഷ്ടംപോലെ സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട്, നമ്മുടെ തോമസ് ആണെന്ന് അവരോടൊക്കെ ചോദിക്കാൻ എനിക്ക് കുഴപ്പമില്ല. ചോദ്യം ഇതാണ്, ഈശോയുടെ വീട്ടുപേര് എന്നാണ്. ചോദ്യം എന്താണ്? ഈശോയുടെ വീട്ടുപേര് എന്നാണ്. സംസാരിക്കരുത്, സ്വന്തം ചിന്തിക്കുക. 2000 വർഷങ്ങൾക്ക് മുൻപിലേക്ക് ഞാൻ യാത്ര ചെയ്യാം. കൃത്യമായി പറഞ്ഞാൽ 2024 വർഷം മുമ്പ് ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ യൗസേപ്പ് പിതാവും മാതാവും ഒരു ചെങ്ങാതിക്ക് ജന്മം നൽകാൻ വേണ്ടി കയറി. എവിടെയാണ് കയറിയത്? കാലിത്തൊഴുത്തിൽ കയറി. ഉത്തരം അറിയാം, കാലിത്തൊഴുത്തിൽ കയറി. ചെങ്ങാതിക്ക് ജന്മം കൊടുത്തു. ചെങ്ങാതിയുടെ പേരെന്താ? വണ്ടപ്പുറ. അടിപൊളി. ചെങ്ങാതിക്ക് ജന്മം കൊടുത്തു. നമുക്കറിയാം, കുഞ്ഞുങ്ങള് ഉണ്ടായി കഴിഞ്ഞാൽ ഈ കുഞ്ഞു പിള്ളേർ കാറുമോ ഇങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ വച്ച് കയറ്റി. സത്യമല്ലേ? അവരിങ്ങനെ ഉണ്ണീശോ നിങ്ങളെ പോലെ വിടക്കം ആയതുകൊണ്ട് ഉണ്ണീശോയും ആയി. ഉണ്ണീശോ ഇങ്ങനെ കഴിയും. മാതാവ് ഇങ്ങനെ എടുത്തു, മാതാവ് പാലൊക്കെ കൊടുത്തു. അതായത് മാതാവ് ഇങ്ങനെ കൊഞ്ചിക്കാനൊക്കെ നോക്കി. മാതാവ് ഭയങ്കര വേദനയായിരുന്നു, കാരണം ഒരുപാട് ദൂരം മാതാവ് നടന്നു. അപ്പോൾ യൂസഫ് പിതാവിന്റെ സംഗതി മനസ്സിലായി. ഡിസംബർ മാസം നല്ല തണുപ്പാണ്. യൂസഫ് പിതാവ് ഒരു കാര്യം ചെയ്ത കാര്യം ഇതാണ്. യൂസഫ് പിതാവ് തൊട്ട് മുൻപിൽ കുറച്ച് വെള്ളമൊക്കെ തപ്പി കണ്ടുപിടിച്ചൊരു ചെറിയ തീ ഉണ്ടാക്കി. ഈശോയ്ക്ക് ഒരു ചെറിയ എന്ത് വേണം? ഉണ്ണീശോയ്ക്ക് ചെറിയൊരു ചൂട് വേണം. പക്ഷേ ആ ചൂട് ഉണ്ടാക്കി വെച്ചു. യൂസഫ് പിതാവ് എല്ലാം പുറത്തോട്ട് പോയി. യൂസഫ് പിതാവ് എല്ലാം പുറത്തോട്ട് പോയപ്പോൾ മാതാവും ഉണ്ണീശോയും മാത്രമേ അവിടെ ഉള്ളൂ. ഉണ്ണീശോ എല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുകയും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് തൊട്ടടുത്തിരിക്കുന്ന കഴുതയോട് പറഞ്ഞു, എടാ പോയി നീ ആ വിറക് ഒന്ന് അടുപ്പിച്ച് വെച്ചേ, സ്ഥലം തീയൊക്കെ നിർത്തിക്കോട്ടെ. ഉണ്ണീശോ കലയുന്നില്ല. ഈ കഴുത എന്ന് പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് കഴുതയോട്. മാതാവ് പശുവിനോട് പറഞ്ഞു, കാരണം അവിടെ വേറെ ആരും ഇല്ല കേട്ടോ. പശുവിനോട് പറഞ്ഞു, ഒന്ന് കത്തിക്കോ. പശു വായി കുടിച്ച് പശു അവിടെ കിടന്നു. അതിനുശേഷം ആടിനോട് പറഞ്ഞു, പൊന്നാടെ ഒരു കാര്യം ചെയ്യും, ആടും ഒന്നും മൈൻഡാക്കാതെ ആട് വളരണം. അപ്പം മാതാവ് ശ്രദ്ധിക്കുമ്പോൾ മാതാവ് സങ്കടത്തോടുകൂടി ഉണ്ണീശോനെ ഇങ്ങനെ ലാളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണീശോ കരയില്ല, ഉറങ്ങുന്നില്ല, തണുപ്പിക്കണം.
അങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചിറകടി ശബ്ദം കേട്ടു. ഒരു കുഞ്ഞു പക്ഷിക്കുഞ്ഞ്, വളരെ കുഞ്ഞു പക്ഷിക്കുഞ്ഞ് ഈ തീയുടെ അടുത്ത് വന്നിട്ട്, അണയാൻ പോകുന്ന തീയുടെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്തു? തന്റെ കുഞ്ഞു ചിറകുകൾ കൊണ്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ ചെയ്യുന്നത്? വീശിക്കൊണ്ടിരിക്കുക. വീശി 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 ഈ തീ കത്തിച്ചു. തീ കത്തുന്നു എന്ന് മനസ്സിലാക്കുന്ന ഈ പക്ഷിക്കുഞ്ഞ് പുറത്തൊക്കെ പോയി ചെറിയ ചുള്ളികൾ പോലെ കൊണ്ടുവന്നു. എന്നിട്ട് ഈ തീ വീണ്ടും ആളി കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാവം പക്ഷിക്കുഞ്ഞിന്റെ മാറുക ചുവന്നു വന്നു. വേദനയോടുകൂടി ഈ പക്ഷിക്കുഞ്ഞിന് മുഴുവനും സഹിച്ചുകൊണ്ട് ഉണ്ണീശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ഈ തീ തന്റെ ചെറുകൾ കൊണ്ട് ആളി കത്തിച്ചുകൊണ്ടേയിരുന്നു. മാതാവ് ഇത് മനസ്സിലാക്കി, തീ കത്തിയെന്ന് മനസ്സിലാക്കിയപ്പം നമുക്കറിയാം ഈ പക്ഷിക്കുഞ്ഞിന്റെ പ്രാണം ചിലപ്പോൾ പോകാൻ അത് മതി. ആളുകൾ മുഴുവൻ ചുവന്നിരിക്കുകയും ഈ പക്ഷിക്കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇതിനാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുന്നു എന്ന് പറയാം. അതിനുശേഷം ആ ചുവന്ന നിറം ആ പക്ഷിക്ക് ഉണ്ടായി എന്നാണ് പറയാം. ആ പക്ഷിക്കുഞ്ഞിന് ഒരു പേരുണ്ട്. എന്താണ് പക്ഷിക്കുഞ്ഞിന്റെ പേരെന്നറിയോ? ആ പക്ഷിക്കുഞ്ഞിന്റെ പേര് റോബി എന്നായിരുന്നു. എന്താണ് പക്ഷിക്കുഞ്ഞിന്റെ പേര്? റോബി. അപ്പം ഈ റോബിനുള്ള നിൽക്കട്ടെ അണയാൻ പോകുന്ന തീനെ ആദി കത്തിച്ചുകൊണ്ട് CMC ക്വാളിഫിക്കേഷൻ ഒരുക്കി ഒരു പ്രസംഗ മത്സരത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ക്രിസ്ത്യൻസ് കൈകോർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നാമ്പുറത്ത് എത്രമാത്രം കഷ്ടപ്പാടിന്റെ വേദനയുടെ ഒരു ചിന്തയുണ്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കും എനിക്കും കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഇവരെടുത്ത ഈ ഹാർഡ്ഷിപ്പ് with all my heart I personally congratulate, appreciate and thank all the people behind the CMC congregation. അതോടൊപ്പം തന്നെ ഞാൻ ഇതിലേക്ക് വരാൻ ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടായി. എൻ്റെ തന്നെ ഒരു കുട്ടിയായ CMCയുടെ ഭാഗമായ സിസ്റ്റർ എലിസബത്ത് ടോക്കി എന്നറിയപ്പെടുന്ന ഒരു കുട്ടി, എനിക്ക് കുട്ടിയാണ്, ഇവിടെ സിസ്റ്ററാണ്. സിസ്റ്റർ എനിക്ക് ബ്രോഷർ ഫോർവേഡ് ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പറ്റുവാണെങ്കിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു, തീ അണഞ്ഞിരിക്കുക, പക്ഷേ ഒന്നാളി കത്തിക്ക് എന്ന് സിസ്റ്ററിന്റെ ആഹ്വാനം മുഖവരിക്ക് എടുത്തപ്പോൾ പണ്ട് പഠിച്ചതുപോലല്ല, കുറച്ചുകൂടെ സമയമെടുത്തു. പ്രായമുള്ളവർ വരെ എൻ്റെ 3ാം സ്ഥാനത്തിന് അർത്ഥമായ ടീച്ചർ ഇവിടെ ഉണ്ട് അല്ലേ? കുറച്ച് സമയം ഞങ്ങൾക്ക് ഇത് പഠിക്കാൻ പെട്ടെന്ന് പറ്റില്ല. പിള്ളേരെ ഇപ്പോൾ പെട്ടെന്ന് പഠിക്കുന്നത് കുറച്ച് സമയമെടുത്തു ഇത് പഠിക്കുക. അനുഗ്രഹത്തിന്റെ നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞു, വിശുദ്ധ ഫ്രാൻസിസ് അസീസി വീഴാൻ പോയ സഭയെ തന്റെ ചുമരിൽ താങ്ങി. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു വളരെ മനോഹരമായ ഒരു സെന്റൻസ് ഉണ്ട്. ആ സെന്റൻസ് ഇതാണ്. അദ്ദേഹം പറഞ്ഞു, ഫ്രാൻസിസ് അസീസി വീണ്ടും ജനിച്ചെങ്കിലേ ഇന്ന് ക്രിസ്ത്യൻ സമൂഹം മുൻപോട്ട് പോകത്തുള്ളൂ. അദ്ദേഹം കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പോയിക്കൊണ്ടിരിക്കുക. ഫ്രാൻസിസ് അസീസിക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥനയല്ല. ഞാൻ ചാവറേച്ചനെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇരിക്കുന്ന ടീച്ചേഴ്സ് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. എവുപ്രാസ്യമ്മനെ കണ്ടോ? ആരെങ്കിലും കണ്ടോ? കണ്ടിട്ടില്ല. ഞാൻ എവുപ്രാസ്യമ്മനെ കാണുന്നത് ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ കാലഘട്ടത്തിന്റെ ചാവറേച്ചന്മാരെ, ഈ കാലഘട്ടത്തിന്റെ എവുപ്രാസ്യന്മാരെ ഞാൻ പറഞ്ഞു. അപ്പം ജീവിതത്തിൽ മുൻപോട്ടുള്ള യാത്രയിൽ എനിക്ക് അനുഗ്രഹമായി, ഇത്രയും കുട്ടികൾക്ക് അനുഗ്രഹമായി മാറിയ ഈ CMC കോൺഗ്രിഗേഷൻ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ജയ് ക്രൈസ്റ്റ്.